ഫിസിക്കലി ഉള്ള ബിസിനസ്സും ഡിജിറ്റലി ഉള്ള ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിസിക്കലിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ പാസീവ് ഇൻകത്തിൻ്റെ അഡ്വാൻറ്റേജ് എത്രമാത്രമുണ്ട്? നമുക്കറിയാം, ഫിസിക്കലി ഒരു ബിസിനസ് നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ധാരാളം എംപ്ലോയീസിനെ വേണം, ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യണം. ശരിയാണോ? നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ വേണം നിങ്ങളുടെ ഓഫീസോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ കാര്യങ്ങളോ കെട്ടിപ്പടുക്കാനായിട്ട്. അതിന് വലിയ രീതിയിലുള്ളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഫിസിക്കൽ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള റിസ്ക് ഉണ്ട്, വലിയ രീതിയിലുള്ള കോമ്പറ്റീഷനും ആ മേഖലയിലുണ്ട്. ഏത് ഇൻഡസ്ട്രി എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ശരിയല്ലേ? അതുപോലെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ സമയം, ലൈസൻസിങ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ, ആ രീതികളെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ ഒരുപക്ഷെ ധാരാളം ദിവസങ്ങളോ മാസങ്ങളോ വേണ്ടി വന്നേക്കാം. ശരിയാണോ? എന്നാൽ ഡിജിറ്റൽ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈവൻ നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ മാത്രം, ഫോൺ വിത്തൊരു നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല സെലക്ട് ചെയ്യാം. ഫിസിക്കൽ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താ? സാധ്യതയുള്ള മേഖല നോക്കി നിങ്ങൾക്ക് ഒരുപക്ഷെ എങ്കിൽ ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരിക്കാം, എങ്കിലും പണം എന്നുള്ള ഒരു വലിയ ഘടകം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ബിസിനസ്സിലേക്ക് പോകേണ്ടി വരുന്നു. എന്നാൽ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല ഏതാണോ അതിനെ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ബിൽഡ് ചെയ്യാം. അതുമല്ല, ഈ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ഒരു 90 ദിവസം കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്കറിയാം, ഫിസിക്കൽ ബിസിനസ്സിൽ ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സും ആയിക്കോട്ടെ, അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ആബ്സെൻസിൽ അതിൽ നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്രമാത്രം റിസ്ക് കാര്യങ്ങളുമുണ്ട്. ശരിയല്ലേ? എത്രമാത്രം റിസ്ക് നിങ്ങൾ എടുക്കണം. എത്രയോ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക്, ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ വെറും 3 മാസം കൊണ്ട്, 90 ദിവസം, 90 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഡിജിറ്റൽ ബിസിനസ്സും ഫിസിക്കൽ ബിസിനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പാരിസനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഉദാഹരണമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ തോന്നുന്നത്? നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്? ഈ ഡിജിറ്റൽ പ്രോഡക്ട്സിലും ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.